أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹബഹുമാനാദരവുകൾ നിറഞ്ഞ രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ 15ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. പവിത്രമായ റമദാനിൻ്റെ വളരെ പുണ്യമേറിയ രാപ്പകലുകളാണ് നമ്മുടെ മുന്നിലൂടെ. ഈ വർഷത്തെ റമദാൻ അതിൻ്റെ പകുതിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമദാനിനെ നമുക്കെല്ലാം അനുകൂലമാക്കി സാക്ഷിയാക്കി അല്ലാഹു തആല കബൂലാക്കട്ടെ. ഇനിയും ഒരുപാട് റമദാനുകളെ സ്വാഗതം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ആഫിയത്തോടെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് ബാക്കി ഓതാനുണ്ട്. സൂറത്തുൽ ബഖറ 215ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഓതുന്നത്. തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യസ്അലൂനക മാദാ യുൻഫിഖൂൻ. قل ما أنفقتم من خير فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. كتب عليكم القتال وهو كره لكم وعسى أن تكرهوا شيئا وهو خير لكم وعسى أن تحبوا شيئا وهو شر لكم والله يعلم وأنتم لا تعلمون. يسألونك عن الشهر الحرام قتال فيه قل قتال فيه كبير وصد عن سبيل الله وكفر به والمسجد الحرام وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا ومن يرتد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة وأولئك أصحاب النار هم فيها خالدون. إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله
أولئك يرجون رحمة الله والله غفور رحيم. നോക്കിയേ, يسألونك ماذا ينفقون. ഓക്കെ, يسألونك ماذا ينفقون. قل ما أنفقتم من خير فللوالدين والأقربين. قل ما أنفقتم من خير. ഓക്കെ, فللوالدين والأقربين واليتامى والمساكين وابن السبيل وما تفعلوا من خير فإن الله به عليم. ശ്രദ്ധിച്ചില്ലേ? നോക്കിയേ, كتب عليكم القتال وهو كره لكم. وهو കുർഹുൻ. ഉണ്ടോ? കുർഹുൻ ആണോ? അല്ല. وعسى أن تكرهوا شيئا وهو خير لكم. وعسى أن تكرهوا شيئا പിന്നെന്താ? وهو خير لكم. وعسى أن تحبوا شيئا وهو شر لكم. والله يعلم وأنتم لا تعلمون. إنك يسألونك عن الشهر الحرام قتال فيه قل قتال فيه كبير. قل قتال فيه كبير وصد عن سبيل الله وكفر به. وصد صاد വേണം. عن سبيل الله وكفر به والمسجد الحرام. والمسجد جي وإخراج أهله منه أكبر عند الله والفتنة أكبر من القتل. أوكي، والفتنة أكبر من القتل ولا يزالون يقاتلونكم حتى يردوكم عن دينكم إن استطاعوا. പിന്നെ ومن يرتدد. മാത്രം നോക്കിയേ, ومن يرتدد منكم عن دينه فيمت وهو كافر فأولئك حبطت أعمالهم في الدنيا والآخرة. والآخرة وأولئك أصحاب النار هم فيها خالدون. اللهم إنا نعوذ بك من عذاب النار. അടുത്തത് إن الذين آمنوا والذين هاجروا وجاهدوا في سبيل الله أولئك يرجون رحمة الله. ഇവിടെ റഹ്മത്ത് അല്ലാഹി എന്നെഴുതിയ റഹ്മത്തിൻ്റെ താ നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും പുതുമ തോന്നുന്നുണ്ടോ? റഹ്മത്ത് അല്ലാഹ് എന്നെഴുതിയെടുത്ത് നോക്കി. സാധാരണ റഹ്മത്ത് എന്നെഴുതുമ്പോൾ ഈ താ ആണ് എഴുതാറുള്ളത്. താ സ്ക്രീനിൽ നോക്കിയാൽ രണ്ട് തരം റഹ്മത്ത് എന്നെഴുതി നോക്കി. റഹ്മത്ത് കാണുന്നില്ലേ? ഒന്നാമത്തെ റഹ്മത്തിൽ റൗണ്ട് താ, രണ്ടാമത്തെ റഹ്മത്തിലോ ഇങ്ങനെയുള്ള താ. എങ്ങനെയുള്ള? ബാത്ത എന്ന് പറയും ഇതിന്, അതിനോ ഹാത്ത എന്നും പറയും.
അല്ലേ? ഇങ്ങനെ റൗണ്ടിലുള്ള താ മർബൂത്ത എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പേര്. ഇതിന് താ മജ്റൂറ എന്ന് പറയും. ഹാത്ത ബാത്ത എന്ന് വേഗം മനസ്സിലാകാൻ വേണ്ടി പറയും. ഈ നോക്കിയേ, ഖുർആനിൽ റഹ്മത്ത് എന്ന പദം ഈ താവ് കൊണ്ടും വന്നിട്ടുണ്ട്, ഈ താവ് കൊണ്ടും വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ റഹ്മത്ത് എന്ന് എഴുതുമ്പോൾ ഈ തായാ വേണ്ടത്, റൗണ്ട് താ. പക്ഷേ ഖുർആനിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത റസ്മുൽ ഉസ്മാനിയില്ലേ, അതിൽ ഖുർആനിൽ കുറച്ച് സ്ഥലങ്ങളിൽ റഹ്മത്ത് എന്നെഴുതിയത് ഈ താ കൊണ്ടാണ്, ബാത്ത കൊണ്ടാണ്. ഓക്കെ, ആരോ എന്തോ ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും താ തന്നെയല്ലേ, അതിലിപ്പോൾ എന്താ അത്ര എന്നല്ലേ? ഓഹോ, നല്ല ചോദ്യമാണ്. എങ്ങനെ ഈ തായാണെങ്കിലും ഈ തായാണെങ്കിലും ഒക്കെ താ തന്നെയല്ലേന്ന്? താ തന്നെയാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. എന്താണ്? ഈ താ ഇല്ലേ, താ മർബൂത്ത ഹാത്ത, അതിൽ നിർത്തുമ്പോഴേ ഹാ ഇല നിർത്തുക. ഈ തായിലോ താൻ്റെ ശബ്ദം ഉണ്ടാ. ഓക്കെ, ഈ തായിലാണ് റഹ്മത്ത് എന്ന് എഴുതിയെങ്കിൽ അവിടെ നിർത്തുമ്പോൾ റഹ്മ എന്ന്. ഈ തായിലാകുമ്പോഴോ റഹ്മത്ത്. രണ്ടു തരത്തിൽ താ വരും, അതു ഹാത്ത ബാത്ത ആയി വരും. ഹാത്ത ഇൽ നിർത്തുമ്പോൾ താ ഇൻ സ്വരമൊരു ഹാ ആയി മാറി വരും. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തെല്ലാമാണ് റസ്മുൽ ഉസ്മാനിയുടെ നിയമങ്ങൾ, പ്രത്യേകതകൾ? അതൊക്കെ ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലം കണ്ടപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു എന്ന് മാത്രം. റഹ്മത്തല്ലാഹ് ചേർത്തിയൊന്നുമ്പോൾ രണ്ടും താ തന്നെയാണ് കേട്ടോ. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ. ഇനി ബാക്കി يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون في الدنيا والآخرة ويسألونك عن اليتامى قل إصلاح لهم خير وإن تخالطوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين آياته للناس لعلهم يتذكرون. Okay. يسألونك عن الخمر والميسر يسألونك عن الخمر والميسر قل فيهما إثم كبير ومنافع للناس قل فيهما إثم كبير ومنافع للناس بندا وإثمهما أكبر من نفعهما ويسألونك ماذا ينفقون قل العفو നിർത്തിയത് ശ്രദ്ധിച്ചോ قل العفو كذلك يبين الله لكم الآيات لعلكم تتفكرون
ഫിദ്ദുനിയ വൽ ആഖിറ. എങ്ങനെ? ഫിദ്ദുനിയ വൽ ആഖിറ. വൽ ആഖിറ ആവൂല. വയസ്അലൂനക അനിൽ യതാമ ഖുൽ. ഓക്കേ, ഖുൽ ഇസ്ലാഹുൽ ലഹും ഖൈർ. അവിടെ സ്വാദ് പറഞ്ഞിട്ട് ഇസ്ലാഹുൽ ലഹും ഖൈർ. ശ്രദ്ധിക്കണം കേട്ടോ, സ്വാദ്. വഇൻ തുഖാലിതൂഹും ഫഇഖ്വാനുകും. പിന്നെ വല്ലാഹു യഅലമുൽ മുഫ്സിദ മിനൽ മുസ്ലിഹ് വലൗ ശാഅ അല്ലാഹു ലഅഅനതകും. അത് മാത്രം നിങ്ങൾ ഓതി ഒരുമിച്ച്. വലൗ അല്ലല്ല, വലൗ ശാഅയിൽ മദ്ദിൻ ചിഹ്നം കണ്ടാൽ ഒത്തിരി നീട്ടുക കുട്ടികളെ ആളുകളെ. മടി കാണിക്കരുതവിടം നീട്ടാൻ ഖുർആനാണെന്നോർത്തിടണേ. മറന്നോ? വലൗ ശാഅ അല്ലാഹു ലഅഅനതകും. ഒന്നുകൂടെ. ഇന്നല്ലാഹ അസീസുൻ ഹകീം. ഓക്കെ, അടുത്തത് നിങ്ങളും തുടങ്ങിക്കേ. വലാ എങ്ങനെ? തെങ്കിയല്ല, മങ്കി എന്നൊന്നും പറഞ്ഞതുപോലെ വലാ തെങ്കിഹു പറയരുതേ. വലാ ചങ്കി കി 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 കി. വലാ ചങ്കി ട്ടാ, അങ്ങനെ തന്നെ പറയണം. നൂന് ശേഷം കാഫ് വന്നാലേ നൂനിന് ശേഷം കാഫ് വന്നാലേ എന്തു വേണം? ചങ്കി അങ്ക പറയണം, അല്ലാതെ അങ്ക മിങ്ക പറയരുതേ. നോക്കിയേ, ഈ പാട്ട് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ആവശ്യമുള്ള ആളുകൾക്ക് എഴുതിയെടുക്കട്ടോ. നോക്കണേ. നൂന് സുക്കൂനായി വന്നാൽ പിന്നിൽ കാഫ് വരുമ്പോൾ ഓർത്തിടണേ. ഖാഫും ഈ വിധമിൽ വന്നെങ്കിൽ ഗായാവുന്നതു മാറ്റിടണേ. അങ്കയും മിങ്കയും അങ്കലഹ്റക്കതെല്ലാം ഉടനെ തിരുത്തിടണേ. അങ്കയും മിങ്കയും അങ്കലഹ്റക്കതാണു ശരി എന്നോർത്തിടണേ. അങ്ക മിങ്ക അല്ല, അങ്ക മിങ്ക. സാധാരണ പലരിൽ നിന്നും കേൾക്കുന്നതാണ്. അങ്കിഹുൽ അയാമ മിങ്കും. നോ, അങ്കി അല്ല, വലാ ചങ്കി അല്ല, വലാ ചങ്കി കി കി. ശരിക്കും ശ്രദ്ധിക്കണം, അക്ഷരം മാറുന്നുണ്ട്. വലാ തൻകിഹുൽ വലാ തൻകിഹുൽ മുശ്രികാതി ഹത്താ യുഅ്മിൻ. ശദ്ദുൽ നൂൻ. വലഅമതും മുഅ്മിനതുൻ ഖൈറും മിൻ മുശ്രികതിൻ വലൗ അഅജബത്കും. വലാ തുൻകിഹുൽ മുശ്രികീന ഹത്താ യുഅ്മിനൂ. വലഅബ്ദും മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രികിൻ വലൗ അഅജബകും. ഉലൈക യദ്ഊന ഇലന്നാർ വല്ലാഹു യദ്ഊ ഇലൽ ജന്നതി വൽ മഗ്ഫിറതി ബിഇذനിഹി ويبين آياته للناس لعلهم يتذكرون. ഓക്കെ, ഇനി ബാക്കി. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض ولا تقربوهن حتى يطهرن فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين.
ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. ويسألونك عن المحيض قل هو أذى فاعتزلوا النساء في المحيض قل هو أذى فاعتزلوا إخفاء مركز ولا تقربوهن حتى يطهرن കണ്ടോ നിർത്തിയത് فإذا تطهرن فأتوهن من حيث أمركم الله إن الله يحب التوابين ويحب المتطهرين اللهم اجعلنا من التوابين واجعلنا من المتطهرين. അല്ലാഹുവേ ഞങ്ങളെ നീ നല്ല തുഹറുള്ള നല്ല ശുദ്ധിയുള്ളവരാക്കണേ, ഞങ്ങളെ തൗബയൊക്കെ നീ ഖബൂലാക്കണേ അല്ലാഹ്. നിസാഉകും ഹർസുൽ ലക്കും ഫഅ്തു ഹർസകും അന്നാ ശിഅ്തും وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. ولا تجعلوا الله عرضة لأيمانكم. ولا تجعلوا الله عرضة لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس. أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم. باقي لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم والله غفور حليم. للذين يؤلون من نسائهم تربص 4 أشهر فإن فاءوا فإن الله غفور رحيم. وإن عزموا الطلاق فإن الله سميع عليم. والمطلقات يتربصن بأنفسهن 3 قروء ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, നന്നായിട്ട് ശ്രദ്ധ വേണ്ട ആയത്തുകളാണ് ഇതൊക്കെ. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനികും. നമുക്കതൊന്ന് ഓതണം, ആ ഭാഗം മാത്രം. لا يؤاخذكم الله باللغو في أيمانكم ولكن يؤاخذكم بما كسبت قلوبكم. അല്ലേ? والله غفور حليم. للذين يؤلون من نسائهم تربص 4 أشهر
فإن فاءوا فإن الله غفور رحيم. ഓക്കെ, فإن فاءوا وإن عزموا الطلاق فإن الله سميع عليم. وإن عزموا الطلاق ത്വലാഖ, ആദ്യത്തേത് അക്ഷരം ത്വ, പിന്നത്തേതോ ല, പിന്നത്തേത് ഖ, ത്വലാഖ്. ശരിക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താവും? തലാഖായി മാറും. ഓക്കെ, ഇവിടെ ഇല്ല, എല്ലാവരും ശ്രദ്ധിക്കണില്ലേ? ത്വഉം ലാമും ഖാഫും, ത്വലാഖ്. സ്ക്രീനിൽ അങ്ങനെ തന്നെ കാണുന്നില്ലേ? ത്വലാഖ്. അതിന് നേരെ നോക്കി, തലാഖ്, അതും കാണുന്നില്ലേ? രണ്ടും വായിച്ചു നോക്കി. ഒന്ന് ത്വലാഖ്, രണ്ടാമത്തേത് തലാഖ്. എത്ര അക്ഷരം മാറിയിട്ടുണ്ട്? എത്ര അക്ഷരങ്ങൾ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു? ഒരക്ഷരം. ഏതൊരക്ഷരം? ത്വലാഖിൽ ത്വ ആണ്, തലാഖിൽ തായാണ്. ത മാത്രം മാറിയത് അല്ലേ? ഇനി അതിൻ്റെ അർത്ഥം കേൾക്കണം നോക്കി. ത്വലാഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാവർക്കും അറിയാം. ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുന്നതിനാണ് സാധാരണഗതിയിൽ ത്വലാഖ് പറയുന്നത്. അപ്പോൾ പിരിയ. തൊട്ടപ്പുറത്തുള്ള തലാഖോ ചേരുക. അപ്പോൾ ത്വലാഖ് ത്വ ആകുമ്പോൾ പിരിയലാണ്, അതിന് പകരം തായാകുമ്പോൾ ചേരലാണ്. എന്താണല്ലേ? ഒരക്ഷരം മാറിയപ്പോഴേക്ക് നേരെ ഓപ്പോസിറ്റിങ് അർത്ഥമാണ് വരുന്നത്, മാനയാണ് വരുന്നത്. ത്വലാഖാകുമ്പോൾ വേർപിരിയുക, തലാഖാകുമ്പോൾ ചേരുക. മുലാഖാത്ത് ചേരുക. വലിയ 4 ആലിമീങ്ങൾ, വിദേശ രാജ്യങ്ങളിലെ വലിയ 4 പണ്ഡിതന്മാർ, ശ്രദ്ധിക്കണേ, 4 പണ്ഡിതന്മാർ, വലിയ ആലിമീങ്ങൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് എന്താ അറിയോ? അറബികളല്ലാത്തവരൊക്കെ, അതായത് നമുക്ക് മലയാളികളായതുകൊണ്ട് മലയാളികൾ, കന്നഡക്കാരെന്നൊക്കെ പറയാം, കർണാടകക്കാരെന്നൊക്കെ നമുക്ക് പറയാം. അവരൊക്കെ ഭാര്യയെ ത്വലാഖ് ചൊല്ലുമ്പോഴേ ത്വലാഖ് സംഭവിക്കുമോ, ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയോ എന്നുള്ളതാണ് അവർ ചർച്ച ചെയ്യുന്ന വിഷയം. മനസ്സിലായില്ല? അറബികൾ ശരിക്ക് കറക്റ്റ് ത്വ പറയും, ത്വലാഖ് എന്ന് പറയും. അപ്പോൾ വേർപിരിയൽ എന്നർത്ഥം കിട്ടും. അറബികളല്ലാത്തവർ പറയുമ്പോൾ ത്വന് പകരം ചിലപ്പോൾ തലാഖ പറയാം. നമ്മുടെയൊക്കെ സാധാരണ സംസാരത്തിൽ പത്രങ്ങളിലൊക്കെ എഴുതൽ മലയാളത്തിലൊക്കെ തലാഖ് എന്നാണല്ലേ? അങ്ങനെ തലാഖാവും. തലാഖിൻ്റെ മൈന എന്താ? ചേരലാണ്. ത്വലാഖോ പിരിയലാണ്. എന്നിട്ട് ആ വലിയ 4 വലിയ പണ്ഡിതന്മാർ ചർച്ച ചെയ്യാണ്. ത്വന് പകരം തലാഖ് ചൊല്ലി എന്ന് ഒരാൾ ഭാര്യനോട് പറഞ്ഞാൽ തലാഖ് പോവുമല്ലേ? കാരണം ഇവിടെ പിരിയലല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്, കൂടിച്ചേരലല്ലേ ഉണ്ടായിട്ടുള്ളത്, തലാഖല്ലേ ഉണ്ടായത്. എന്താ ചർച്ച? ഒരക്ഷരം മാറിയപ്പോഴേക്ക് ചർച്ച ഈ വഴിക്ക് വരണമെങ്കിൽ ആലിമീങ്ങളുടെ ഒരു സൂക്ഷ്മത നോക്കിയേ നിങ്ങൾ അല്ലേ? അവരോടൊരു ഒരു 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 അറിവ്, അവരുടെ ചിന്ത പോയൊരു പോക്ക്. തലാഖ് പോകട്ടോ, ശ്രദ്ധിക്കണേ, അവിടെ താ പറഞ്ഞാലും തലാഖ് പോവും. കാരണം ഇയാളെ മനസ്സിൽ തലാഖ് ആണല്ലോ ഉള്ളത്. ഉദ്ദേശ്യം തലാഖ് ആയതുകൊണ്ട് തലാഖ് എന്ന് പറഞ്ഞാലും സംഭവം കഴിഞ്ഞ്. അതിന് ആ പദം തന്നെ വേണമെന്നില്ല, വേറെ വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ മതി. ഞാൻ ആ വിഷയം മസ്അല പറയല്ല. പക്ഷേ സ്വരീഹായ ലഫ്ള്, കിനായത്തായ ലഫ്ള്, ഇങ്ങനെ 2 തരം പദങ്ങളുണ്ട്. വ്യക്തമായ പദം, സൂചനാപദം. ഇത് സൂചനാപദത്തിലാണ് ഉൾപ്പെടുക എന്നുവരെ ഈ സംസാരം ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം സാധാരണക്കാർക്ക് അത്ര മനസ്സിലായിക്കൊള്ളുന്നില്ല. മുതഅല്ലിമീങ്ങൾക്കൊക്കെ വേഗം മനസ്സിലാവും. ഞാൻ അതിൻ്റെ മസ്അലയിലേക്ക് മറ്റൊന്നും വരില്ല. ഞാൻ പറഞ്ഞു വന്നത് തലാഖ് എന്നതും ത്വലാഖ് എന്നതും തമ്മിൽ രണ്ടും 2 അർത്ഥമാണ്. എന്നിട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുകയാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച്. യാ റബ്ബ്, നമ്മുടെയൊക്കെ സാധാരണ സംസാരവും ശൈലിയും നമ്മൾ അറബികളല്ലാത്തത് കൊണ്ടും തലാഖ് എന്ന് തന്നെ പറഞ്ഞ് പോരുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സ്നേഹവും സഹകരണവും സൗഹാർദ്ദവുമുള്ള കുടുംബജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും മവദ്ദത്തും റഹ്മത്തും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റി തരട്ടെ.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നോക്കിയേ, ത്വലാഖ് എന്ന പദമാണ് വന്നിട്ടുള്ളത്, അത് ശ്രദ്ധിക്കണം. ഓക്കെ, വഇൻ അസമു ത്വലാഖ ഫഇന്നല്ലാഹ സമീഉൻ അലീം വൽമുطല്ലഖാതു യതറബ്ബസ്ന ബിഅൻഫുസിഹിന്ന സലാസത ഖുറൂ. ധാരാളം ശബ്ദുള്ള നൂനുകൾ ആയത്തിലുണ്ട്, എല്ലാം മണിക്കണേ. ولا يحل لهن أن يكتمن ما خلق الله في أرحامهن إن كن يؤمن بالله واليوم الآخر. കണ്ടില്ലേ وبعولتهن أحق بردهن في ذلك إن أرادوا إصلاحا ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة والله عزيز حكيم. മനസ്സിലായല്ലോ? രണ്ടായത്തും കൂടെ നോക്കാം. الطلاق مرتان فإمساك بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله وتلك حدود الله يبينها لقوم يعلمون. صدق الله العظيم. ശരിക്കും ശ്രദ്ധിക്കണേ. അത്വലാഖു മർറതാൻ, എങ്ങനെ? അത്വലാഖു മർറതാൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. അതൊന്ന് ഒരുമിച്ച്. فإمساكم بمعروف أو تسريح بإحسان ولا يحل لكم أن تأخذوا مما آتيتموهن شيئا إلا أن يخافا. നല്ലോണം ഒപ്പം ഓതി ശീലിക്കണേ. إلا أن يخافا ألا يقيما حدود الله فإن خفتم ألا يقيما حدود الله فلا جناح عليهما പിന്നെന്താണ് നോക്കിയേ فيما افتدت به تلك حدود الله فلا تعتدوها ومن يتعد حدود الله فأولئك هم الظالمون. فإن طلقها فلا تحل له من بعد حتى تنكح زوجا غيره. تنكح فإن طلقها فلا جناح عليهما أن يتراجعا إن ظنا أن يقيما حدود الله. وتلك حدود الله يبينها لقوم يعلمون. صدق الله العظيم.
അല്ലാഹ് അല്ലാഹ് റഹ്മാനായ റഹീമായ അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാഹ്. ഞങ്ങളെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിൽ ഇതുവരെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം സാധുക്കളായി ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. അതിനുള്ള നിമിത്തമായി തദ്രീബ് കബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ഒരുപാട് ആവശ്യങ്ങളും ആവലാദികളും പറഞ്ഞു ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാമല്ലോ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ച് കബൂലാക്കണേ അല്ലാഹ്. വിശുദ്ധമായ ഖുർആനിൻ്റെ ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഈ നല്ല മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരുപാട് പേരുണ്ട്. അതേപോലെ തദ്രീബ് കുടുംബത്തിലെ ഒരുപാട് പേരുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ്. അവർക്കെല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി ഞങ്ങൾക്ക് നല്ല ഉത്സാഹവും ഉന്മേഷവും ഉണർവും നൽകണേ അല്ലാഹ്. പുരോഗതി നൽകണേ അല്ലാഹ്. ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, രോഗികളുണ്ട് ഒരുപാട്, അവർക്കെല്ലാം നീ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്, സ്വർഗം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടു പോയ ഞങ്ങളെ സദാത്യങ്ങളുണ്ട്, ഉമറാക്കളുണ്ട്, ഉലമാ ഉണ്ട്, പ്രവർത്തകരുണ്ട്. എല്ലാവരുടെയും ഖബറുകളിലേക്ക് തദ്രീബിൻ്റെ ഈ നല്ല മജ്ലിസിൻ്റെ മിസ്ൽ സവാബ് കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليه